പരിസ്ഥിതി ദിനാചരണം നടത്തി. തേവലക്കര പുത്തൻ സങ്കേതം KC പിള്ള സ്മാരക ഉദയ ഗ്രന്ഥശാലയിലാണ് പരിസ്ഥിതി ദിനാചരണം നടത്തിയത്. തേവലക്കര പുത്തൻ സങ്കേതം KC പിള്ള സ്മാരക ഉദയ ഗ്രന്ഥശാലയിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. പുത്തൻ സങ്കേതം ജംഗ്ഷനിൽ സ്ഥാപിച്ച വലിയ ക്യാൻവാസിൽ സമൂഹത്തിലെ വിവിധ മേഖലയിൽപ്പെട്ടവർ പരിസ്ഥിതി ദിന സന്ദേശവും എഴുതി. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S. രേഖ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പരിപാടി ഉദയ സംഘടിപ്പിച്ചിട്ടുള്ളത്. KC പിള്ള ഉദയ ഗ്രന്ഥശാലയെ കുറിച്ച് പറയുമ്പോൾ KC മാമനെ ഓർക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ തീർത്തും ഞങ്ങളെപ്പോലുള്ളവർക്ക് കഴിയാത്ത കാര്യമാണ്. അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നാളെയും ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും ക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് അദ്ദേഹം പ്രതിദാനം ചെയ്ത പ്രസ്ഥാനവും ഈ ഗ്രന്ഥശാലയും ഈ പ്രദേശത്തെ വികസനങ്ങളിൽ എപ്പോഴും കൂട്ടായി ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഉദയ എന്ന ഗ്രന്ഥശാല ഇവിടെ സ്ഥാപിച്ചത്. തീർത്തും അതിനോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ പേരും ആ ഉത്തരവാദിത്വം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റവും ഏറ്റെടുത്തുകൊണ്ട് ഹൃദയത്തിൽ തട്ടി ആ ഗ്രന്ഥശാലയെ ചേർത്ത് കൊണ്ടുപോയി ഇവിടുത്തെ ജനങ്ങളുടെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ എല്ലാ ഏത് മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ വൃക്ഷത്തൈകൾ നടുന്നു, പരിസ്ഥിതി ദിന സന്ദേശം നൽകുന്നു. എന്നാൽ എത്രത്തോളം ഈ വൃക്ഷത്തൈകൾ നടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ തീർത്തും മനുഷ്യന്റെ ആവശ്യങ്ങൾക്കായിട്ട് മാത്രം മാറുന്ന ഒരു രീതിയിലേക്കാണ് പ്രകൃതിയെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, വളരെ മനോഹാരിതയുള്ള നമ്മുടെ കേരളം തോടുകളും കാടുകളും ഒക്കെ ആയിട്ട് വളരെ സമ്പന്നമായിരുന്ന നമ്മുടെ നാട് ഇന്ന് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കായിട്ട് മാത്രം പല കെടുതികളും നമ്മൾ മനുഷ്യൻ തന്നെ നമ്മുടെ മാത്രം സ്വത്ത് എന്ന രീതിയിൽ ഭൂമിയെ കാണുന്നത് കൊണ്ടാണ് ഈ ആവാസ വ്യവസ്ഥയ്ക്ക്, ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ വരുന്ന പ്രളയം ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്നതിന് വ്യത്യസ്തമായി ഉള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്ത്, നാട്ടിൽ. അപ്പോൾ അതിൽ മനുഷ്യൻ ചിന്തിക്കേണ്ട പുതിയ തലമുറ, നമ്മളുടെ ഒരു തലമുറ വരെ, നമ്മൾ നേരത്തെയൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടിരുന്ന ഒരു കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്നത് പോലെ മതിൽക്കെട്ടുകളില്ല, വേലികളും ഒന്നുമില്ല. നമ്മൾ എല്ലാ പറമ്പുകളിലും കയറി അവിടെ നിന്ന് ഫലവൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ പരസ്പരം പങ്കിട്ടും ഒക്കെ പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എത്ര മനോഹരമായിരുന്ന ഒരു കാലമാണ് ആ കാലം. അതിൽ നിന്ന് വ്യത്യസ്തമായി വിരൽ തുമ്പിലെ വിസ്മയങ്ങൾ മാത്രം കാണുന്ന പുതിയ തലമുറയിലേക്കാണ് നമ്മുടെ ലോകം ഇപ്പോൾ, നമ്മുടെ പുതിയ തലമുറ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S. ബുഷ്ര പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പഞ്ചായത്ത് അംഗം R. രാജീവൻ പ്രതിജ്ഞ ചൊല്ലി. ഗ്രന്ഥശാല പ്രസിഡന്റ് S. അശോകൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KS. ബിജുകുമാർ സ്വാഗതം പറഞ്ഞു. S. ഓമൻ, MS. മുരളി, P. ശിവൻ, MK. മുംതാസ്, ഷാഹിദ കൽക്കുളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.